നമസ്കാരം. കേരളം പ്രകൃതി ദുരന്തങ്ങളാൽ മറ്റൊരു ദുരന്തത്തെ താങ്ങാൻ സാധിക്കാത്ത തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന പ്രതിഭാസം വരുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതിതീവ്ര മഴ കേരളത്തിന് പുതുമയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാനിന എത്തുന്നത്. ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം വാർത്തകൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിയിലാക്കുകയാണ്. ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽ നിനോ പ്രതിഭാസം ദുർബലമായിരുന്നു. അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചിരുന്നു. ലാനിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക പ്രയാസമാണെങ്കിലും ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 3 ദിവസം മുമ്പ് വന്ന ഈ മുന്നറിയിപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു എന്നതാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്. കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം ഏറെ നേരമെടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിന് പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളുമാണ് സംഭവിക്കുന്നത്. എൽ നിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന. ഭൂമധ്യരേഖ പ്രദേശത്ത് ശാന്ത സമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം. ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽ നിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം. ശാന്ത സമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽ നിനോ. ഇന്ത്യയുടെ മൺസൂൺ കാലത്തിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഈ പ്രതിഭാസം മഴ പെയ്യുന്നത് കുത്തനെ കുറയ്ക്കുന്നതിന് കാരണമാകും. ഇതിന്റെ നേർവിപരീതമാണ് ലാനിന. എൽ നിനോ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കനത്ത മഴ പെയ്യിക്കുമ്പോൾ മറ്റിടങ്ങളിൽ വരൾച്ച, കൊടുങ്കാറ്റ്, കാട്ടുതീ അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ എൽ നിനോയുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ലാനിന. ശൈത്യകാലത്ത് വേനൽക്കാലം എന്ന പോലെ ചൂട് അനുഭവപ്പെടുക, മഴക്കാലത്ത് വലിയ തോതിൽ മഴ പെയ്യുക, മഞ്ഞുവീഴ്ച അതിതീവ്രമാകുക അങ്ങനെ പല പ്രതിസന്ധികളാണ് ലാനിന ഉണ്ടാക്കുന്നത്. കേരളത്തിൽ സാധാരണഗതിയിൽ മഴ കുറവുള്ള സമയമാണ് സെപ്റ്റംബർ മാസം. ലാനിന ശക്തി പ്രാപിച്ചാലും ഈ മാസം സാധാരണ പെയ്യുന്നതിലും മഴ പെയ്യുമെന്ന് പറഞ്ഞാലും അത് അതിതീവ്ര മഴയാകാനുള്ള സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വിശദീകരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ശക്തമായ മഴ പെയ്ത ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. 2018ലെയും 2019ലെയും പ്രളയ സമയത്ത് പെയ്തത് അതിശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങളും ജനങ്ങളും മഴ കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത മലയോര മേഖലകളിൽ വേണം. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാകും. ലാനിന മൂലം മഴയുടെ അളവിൽ വലിയ തോതിലുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നില്ല. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ വെയിൽ തെളിയുന്ന കാലാവസ്ഥയാണ് മിക്കയിടത്തും. എന്നാൽ ഓഗസ്റ്റ് പകുതിയോടെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എൽ നിനോ 2024ന്റെ ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ 2024 ചൂടേറിയ വർഷമാകുമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനമുണ്ടായിരുന്നു. ഉയർന്ന താപനിലയുടെ കാര്യത്തിൽ പ്രവചനം ഏറെക്കുറെ പൂർണ്ണമായും ശരിയാവുകയും ചെയ്തു. എൽ നിനോ പ്രതിഭാസം കാരണം മഴ കുറവായിരിക്കുമെന്ന്, വേനൽക്കാലത്ത് ചൂട് അസഹനീയമായിരിക്കുമെന്നുമായിരുന്നു പ്രവചനം. ഇത്തവണത്തെ വേനൽ തീവ്രമാവുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ മൺസൂണിൽ മഴ കുറയുകയും ചെയ്തിരുന്നു. ഇത്തവണ മൺസൂൺ സാധാരണമായിരിക്കുമെന്നാണ് നേരത്തെയുള്ള വിലയിരുത്തൽ. അതിന്റെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ലാനിനയുടെ വരവ്. ഇതിനോടൊപ്പം ഇന്ത്യയിലെ മൺസൂണിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളാർ എന്ന അവസ്ഥ. ഇത് പോസിറ്റീവ് ആകുമെന്നാണ് പ്രവചനം. അതായത് അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും 2 തരത്തിലുള്ള താപനില ഉണ്ടാകുന്ന അവസ്ഥയാണ്. അറബിക്കടൽ ചൂടാവുകയും ബംഗാൾ ഉൾക്കടലിന് ചൂട് കുറയുകയും ചെയ്യുമ്പോഴാണ് ഇത് പോസിറ്റീവ് ആകുന്നത്.
ഇതും മൺസൂൺ കാലത്ത് മഴ വർദ്ധിക്കാൻ ഇടയാകാറുണ്ട്. എന്നാൽ ഇതുവരെ IOD പോസിറ്റീവ് ആയിട്ടില്ല. ഈ മൺസൂൺ കാലത്ത് ഉടനെ പോസിറ്റീവ് ആകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടില്ല.